ഹലോ ഓൾ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫിസിയോളജിയിലെ GIT ഒരു ടോപ്പിക്കാണ് സ്റ്റേജസ് ഓഫ് ഡിഗ്ലൂട്ടേഷൻ. നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് GIT വരുന്നൊരു ടോപ്പിക്കാണ്. ഷോർട്ട് എസ്സേസ് ഒക്കെ ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകും. അപ്പം ആദ്യം ഡിഗ്ലൂട്ടേഷൻ ഓർ സ്വാലോയിങ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഫുഡ് മെറ്റീരിയൽ ഫ്രം ദ ഓറൽ ക്യാവിറ്റി ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ഈസോഫാഗസ്. ഓക്കെ, ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് ഈസോഫാഗസിലേക്ക് പോകുന്നു. അപ്പം മെയിനായിട്ട് ഇത് നമ്മൾ വോളണ്ടറിലി നമ്മൾ കഴിക്കുന്ന ഫുഡ് വോളണ്ടറി ആക്ഷൻ ആണെങ്കിൽ പോലും മോസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഇൻവോളണ്ടറി അല്ലെങ്കിൽ റിഫ്ലക്സീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ ഡിഗ്ലൂട്ടേഷൻ റിഫ്ലക്സ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി മെയിനായിട്ട് 3 സ്റ്റേജസ് ഉണ്ട് ഡിഗ്ലൂട്ടേഷന്, അല്ലെങ്കിൽ 3 ഫേസസ് ഉണ്ട്. ഓറൽ ഫേസ്, ഫാരഞ്ചൽ ഫേസ് ആൻഡ് ഈസോഫാഗൽ ഫേസ്. അതിൽ ഓറൽ ഫേസിൽ എന്താണത് വോളണ്ടറി ആണ്. അതേസമയം ഫാരഞ്ചിലും ഈസോഫാഗൽ ഫേസോ ഇൻവോളണ്ടറി ആണ്. ഓക്കെ, അപ്പോൾ ഓറൽ ഫേസ് അല്ലെങ്കിൽ ബക്കൽ ഫേസ് അത് വോളണ്ടറി ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെപ്പോഴാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നറിയോ? വെൻ ദ ടങ് സെപ്പറേറ്റ്സ് എ ബോളസ് ഓഫ് ഫുഡ് ഫ്രം ദ മാസ് ഓഫ് ഫുഡ് സ്റ്റെപ്സ് ഇൻ ദ മൗത്ത്. ഓക്കെ, ഒരു മാസ് ഓഫ് ഫുഡ് സ്റ്റെപ്സ് ചെയ്യുന്നത് നമ്മുടെ ബോളസ് ഓഫ് ഫുഡിനെ ടങ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫേസ്. ഇനി അറ്റ് ദ ബിഗിനിങ് ടിപ്പ് ഓഫ് ദ ടങ് ഈസ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ ഹാർഡ് പാലറ്റ്. നമുക്ക് സോഫ്റ്റ് പാലറ്റ്, ഹാർഡ് പാലറ്റ് ഒക്കെ ഇല്ലേ? അപ്പം ഈ ഓറൽ ഫേസിൻ്റെ ബിഗിനിങ്ങിൽ ടിപ്പ് ഓഫ് ദ ടങ് പ്രസ്ഡ് അഗെയിൻസ്റ്റ് ദ ഹാർഡ് പാലറ്റ്. ഓക്കെ, അപ്പം ദിസ് ആക്ഷൻ ഓഫ് ദ ടങ് മൂവ്സ് ദ ഫുഡ് ബാക്ക്വേർഡ് ഇൻ ഓറൽ ക്യാവിറ്റി. ഈ ഒരു ടങ്ങിൻ്റെ ആക്ഷൻ വഴി ഫുഡ് ഓറൽ ക്യാവിറ്റിക്ക് ബാക്ക്വേർഡായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് ഫുഡ് എവിടെ എത്തി? ഫാരിങ്സിലെത്തി. വൺസ് ദ ഫുഡ് ടച്ചസ് ദ റിസപ്റ്റേഴ്സ് അറ്റ് ദ ഫാരഞ്ചൽ ഓപ്പണിംഗ്, സ്വാലോയിങ് റിഫ്ലെക്സ് ഇസ് ഇനിഷ്യേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓറൽ ഫേസ് അല്ലെങ്കിൽ ബക്കൽ ഫേസ്. ഒരു വോളണ്ടറി ഫേസാണ്. ഇത് എപ്പോഴാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ഈ ഓറൽ ഫേസിൻ്റെ ബിഗിനിങ്ങിൽ എന്താണ് നടക്കുന്നത്? അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫുഡ് ഇപ്പോൾ എവിടെ എത്തി? ഫാരിങ്സിലെത്തി. അപ്പോൾ നമ്മുടെ ഫാരഞ്ചൽ ഫേസ് സ്റ്റാർട്ട് ചെയ്തു. ഫാരഞ്ചൽ ഫേസിൽ എന്താ നമ്മൾ നോക്കുന്നത്? ടു പുഷ് ദ ഫുഡ് ബോളസ് ഇൻ ടു ഈസോഫാഗസ് വിത്തൗട്ട് ഇറ്റ്സ് എൻട്രി ഇൻ ടു റെസ്പിറേറ്ററി പാസേജ്. ഓക്കെ, ഫുഡ് നമ്മുടെ ഫാരൻസിലെത്തിയ ഫുഡ് തിരിച്ച് നോസിലേക്കോ അല്ലെങ്കിൽ ലാരിങ്സിലേക്കോ ട്രക്കിലോട്ടൊന്നും പോവാതെ നേരെ ഈസോഫാഗസിലേക്ക് എത്തിക്കണം. അതാണ് ഫാരഞ്ചൽ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റിഫ്ലെക്സ് പാത്ത് വേ ആണ്. നമുക്കറിയാം റിഫ്ലെക്സ് പാത്ത് റിസപ്റ്റേഴ്സ്, എഫറൻറ്റ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പം റിസപ്റ്റേഴ്സ് അറൗണ്ട് ദ ഫാരഞ്ചൽ ഓപ്പണിംഗ്. ഓക്കെ, ഇവിടുത്തെ അഫറൻറ്റ് എന്താണ്? ഇമ്പൾസസ് ഫ്രം ദ ഈ അഫറൻറ്റിൻ്റെ പണി എന്താണ്? ഒരു റിസപ്റ്ററിൽ നിന്നുള്ള ഇമ്പൾസ് സെൻറ്റേഴ്സിന് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ അഫറൻറ്റ് എന്ന് പറയുമ്പോൾ ട്രൈജെമിനൽ, ഗ്ലോസോഫാരഞ്ചൽ, വേഗസ് നെർവ്സ് ഒക്കെയാണ്. സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ് ട്രാക്ടസ്, സോൾറ്റേരിയസ് ആൻഡ് ന്യൂക്ലിയസ് ആംബിഗ്വസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മിഡിലിലാണ്. ഇവിടുത്തെ എഫറൻറ്റോ മസിൽസ് ഓഫ് ഫാരിങ്സ് ആൻഡ് ടങ്. ഓക്കെ, ഇനി ഈവൻസ് ഒക്കെ ജസ്റ്റ് ഒരു ഫ്യൂ മില്ലി സെക്കൻഡ്സിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫുഡ് ഈസോഫാഗസിൽ തന്നെ എത്തണം. നമ്മൾ ഈസോഫാരിങ്സിലേക്കോ ട്രക്കിലോട്ടോ ഒന്നും പോവല്ല്. അപ്പോൾ ആ ആക്ഷനുള്ള മെക്കാനിസമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോഫ്റ്റ് പാലറ്റ് ഈസ് പുൾഡ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, സോഫ്റ്റ് പാലറ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ പുള്ള് ചെയ്യുന്നു. അതുപോലെ പാലറ്റോ ഫാരഞ്ചൽ ഫോൾഡ് ഉണ്ട്, അത് ഇറ്റ് മൂവ്സ് ഇൻ ഇൻവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ 2 കാരണം വഴി ഇറ്റ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു നെയ്സോഫാരിങ്സ്. ഓക്കെ, അപ്പോൾ നെയ്സോഫാരിങ്സിലേക്ക് ഫുഡ് പോവാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. സോഫ്റ്റ് പാലറ്റ് ഈസ് പുൾഡ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, പാലറ്റോ ഫാരഞ്ചൽ ഫോൾഡ് മൂവ്ഡ് ഇൻ ഇൻവേർഡ് ഡയറക്ഷൻ. ഇനി ഹൗ ഫുഡ് ഈസ് പ്രിവെൻറ്റഡ്, ഹൗ ദ എൻട്രി ഓഫ് ഫുഡ് ഈസ് പ്രിവെൻറ്റഡ് ഇൻ ടു ദ ട്രക്കിയ, അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ലാരിഞ്ചൽ ഓപ്പണിംഗ് ഈസ് ക്ലോസ്ഡ് ബൈ വോക്കൽ കാർഡ് പുൾ ടുഗെദർ. ഓക്കെ, അപ്പോൾ വോക്കൽ കാർഡ്സ് ചേർന്നിട്ട് നമ്മുടെ ലാരിഞ്ചൽ ഓപ്പണിങ്ങിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുവഴി ട്രക്കിയിലോട്ട് ഫുഡ് എത്തുന്നില്ല. ദെൻ നമ്മൾ ഈസോഫാഗസിൽ എത്തിക്കണം. ഈസോഫാഗസിൽ എത്തിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? സുപ്പീരിയർ കൺസ്ട്രക്റ്റൽ മസിൽ, നമ്മുടെ ഫാരിങ്സിന് സുപ്പീരിയർ കൺസ്ട്രക്റ്റർ, ഇൻഫീരിയർ കൺസ്ട്രക്റ്റർ ഒക്കെ ഇല്ലേ? അപ്പം ഫാരിങ്സിൻ്റെ ഈ മസിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഫോഴ്സസ് ദ ഫുഡ് ടു എൻറ്റർ ഡീപ്പ് ഇൻ ടു ഫാരിങ്സ് ആൻഡ് ദെൻ ഫ്രം ദെയർ ഇൻ ടു ഈസോഫാഗസ്. ഓക്കെ, അതുപോലെ തന്നെ റിലാക്സേഷൻ ഓഫ് അപ്പർ ഈസോഫാഗൽ സ്പിഞ്ചർ ഒക്കേഴ്സ് ദറ്റ് അലോസ് ദ ഫുഡ് ടു ഈസിലി എൻറ്റർ ദ ഈസോഫാഗസ്. ഓക്കെ, അപ്പോൾ ഫാരിഞ്ചൽ സുപ്പീരിയർ കൺസ്ട്രക്റ്റർ മസിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ അപ്പർ ഈസോഫാഗൽ സ്പിഞ്ചർ നല്ല റിലാക്സും ചെയ്യുന്നത് വഴി ഫാരിങ്സിൽ നിന്ന് ഫുഡ് ഈസോഫാഗസിൽ എത്തി. ഓക്കെ, ഇനി റെസ്പിറേഷൻ ഈസ് റിഫ്ലെക്സ്ലി ഇൻഹിബിറ്റഡ് ഡ്യൂ ടു ദി ഇൻഹിബിഷൻ ഓഫ് റെസ്പിറേറ്ററി സെൻറ്റർ. ഓക്കെ, ഈ ഡിഗ്ലൂട്ടേഷൻ സമയത്ത് റെസ്പിറേഷൻ ഇൻഹിബിറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡിഗ്ലൂട്ടേഷൻ ആപ്നിയ എന്ന് പറയുന്നത്. എല്ലാം ഷോർട്ട് നോട്ടായിട്ട് എല്ലാം ഡിഗ്ലൂട്ടേഷൻ ആപ്നിയ ചോദിക്കുക, നമ്മൾ ഇതാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഓറൽ ഫേസ് പറഞ്ഞു, ഫാരഞ്ചൽ പറഞ്ഞു. ഫാരഞ്ചൽ ഫേസിനാണ് നമ്മൾ റിഫ്ലെക്സ് പാത്വേയും അതുപോലെ ഫുഡ് ഈസോഫാഗസിലേക്കാണല്ലോ പോകണ്ടേ. അപ്പോൾ ട്രക്കിയയിലോട്ടും ഈസോഫാഗസിലേക്കൊന്നും പോവാതിരിക്കാനുള്ള മെക്കാനിസം നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് ഈസോഫാഗൽ ഫേസ്. ഇവിടെ എന്താണ്? വൺസ് ഫുഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഈസോഫാഗസ്, പെരിസ്റ്റാൾട്ടിക് വേവ് ഈസ് ഇനിഷ്യേറ്റഡ് ജസ്റ്റ് ബിലോ ദ അപ്പർ ഈസോഫാഗൽ സ്പിഞ്ചർ. ഓക്കെ, അപ്പർ ഈസോഫാഗൽ സ്പിഞ്ചറിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പെരിസ്റ്റാൾട്ടിക് വേവ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
റിഫ്ലെക്സിലി ദ അപ്പർ ഈസോഫാഗൽ സ്പിൻസർ കോൺട്രാക്ട്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെൻറ്റ് ദ റീഗർജിറ്റേഷൻ ഓഫ് ഫുഡ് ബാക്ക് ഇൻ ടു ഫാരിങ്സ്. ഓക്കെ, അപ്പോൾ ഫുഡ് ഈസോഫാഗസിൽ എത്തിക്കഴിഞ്ഞ് പെരിസ്റ്റാൾട്ടിക് വേവ് സ്റ്റാർട്ടായി, അപ്പം തന്നെ ഈസോഫാഗൽ സ്പിൻസർ കൺസ്ട്രിക്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെൻറ്റ് ദ റീഗർജിറ്റേഷൻ. അപ്പോൾ ഇതാണ് 3 ഫേസ്. ഓക്കെ, ഓറൽ ഫേസ് ഉണ്ട്, അത് വോളണ്ടറി ആണ്. ഫാരഞ്ചൽ ഫേസ് അത് ഇൻവോളണ്ടറി ആണ്, അപ്പോൾ റിഫ്ലെക്സ് പാത്വേ ഓർക്കണം. അതുപോലെ നമ്മുടെ ഈസോഫഗൽ ഫേസ്. ഇനി ഡിസോർഡേഴ്സ് ഓഫ് ഡിഗ്ലോട്ടേഷൻ. അതാണ് ഡിക്രീസ്ഡ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഡിഗ്ലോട്ടേഷൻ റിഫ്ലെക്സ്. ഓക്കെ, ഇഫ് ദ ഡിഗ്ലോട്ടേഷൻ റിഫ്ലെക്സ് ഈസ് ഇമ്പയർഡ് ഓർ അബോളിഷ്ഡ്, റിഗർജിറ്റേഷൻ ഓഫ് ഫുഡ് ഇൻ ടു നോസ് അല്ലെങ്കിൽ ലാരിക്സ് അല്ലെങ്കിൽ ട്രക്കിയ നടക്കും. ഓക്കെ, എപ്പോഴേലും ഡിഗ്ലോട്ടേഷൻ റിഫ്ലെക്സ് നടന്നില്ലെങ്കിൽ എന്താ നമുക്ക് റീഗർജിറ്റേഷൻ ഓഫ് ഫുഡ് ഉണ്ടാവും. ഈ നമുക്ക് ഡിഗ്ലോട്ടേഷൻ റിഫ്ലെക്സ് എപ്പോഴായിരിക്കും ആബ്സെൻ്റ് ആവുന്നത്? മെയിനായിട്ട് 9th 10th നെർവിൻ്റെ ഒക്കെ പാരാലിസിസിൽ. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞ അതൊക്കെ അതിൻ്റെ അഫറൻ നെർവ്സ് ആണല്ലോ. ഇത് നമ്മൾ റിഫ്ലെക്സ് പാത്തിൽ അഫറൻ നെർവ്സ് പഠിച്ചില്ലായിരുന്നോ? ഗ്ലോസോഫാരിഞ്ചിലും വേഗസിലും ഒക്കെ. അപ്പം 9th 10th നെർവ് പാരാലിസിസ് ഉണ്ടെങ്കിൽ എവിടെ നമ്മുടെ മെഡുല്ലയുടെ ലീഷൻ നടക്കുമ്പം 9th 10th നെർവിന് പാരാലിസിസ് സംഭവിക്കാം. അല്ലെങ്കിൽ വെൻ ദ ഫാരിങ്സ് ഇസ് അനസ്തറ്റൈസ്ഡ് വിത്ത് കൊക്കൈൻ, അപ്പോഴൊക്കെ ഡീഗ്ലോട്ടേഷൻ റിഫ്ലെക്സ് ടെമ്പറലി അബോളിഷ് ആവും. പിന്നെ ഉള്ളതാണ് എയറോഫേജിയും ഡിസ്ഫേജിയും. എയറോഫേജിയിൽ എന്താണ്? എയർ, സ്വാളോയിങ് ഓഫ് എയർ എലോങ് വിത്ത് സ്വാളോയിങ് ഓഫ് ഫുഡ് ബോളസ് ആൻഡ് ലിക്വിഡ്. ഇതെപ്പോഴാണ് കാണുന്നത്? ഇറ്റ് ഈസ് സീൻ ആൻ ഇൻഡിവിജ്വൽ വിത്ത് ഡിക്രീസ്ഡ് ടോൺ ഓഫ് അപ്പർ ഈസോഫാഗൽ സ്പിൻസർ. ഓക്കെ, എയറോഫേജിയ. പിന്നെ നമ്മൾ ഡിസ്ഫേജിയ. ഡിസ്ഫേജിയ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ് ആണ്. ഇറ്റ് യൂഷ്വലി ഒക്കർ ഇൻ അക്യൂട്ട് ആൻഡ് സിവിയർ ഫാരഞ്ചൈറ്റിസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിഗ്ലോട്ടേഷൻ, സ്റ്റേജസ് ഓഫ് ഡിഗ്ലോട്ടേഷൻ. 3 സ്റ്റേജിനെ പറ്റി നമ്മൾ പറഞ്ഞു, അതുപോലെ അതിൻ്റെ ഡിസോർഡേഴ്സിനെ പറ്റി. ഓക്കെ, താങ്ക് യു.